ക്ലാസ്സില് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എവിടെയാണ് സ്റ്റോപ്പ് ചെയ്തത്? നമ്മൾ സ്റ്റോപ്പ് ചെയ്തത് ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ കാര്യമൊക്കെ ക്ലിയർ ആണോ അനന്തകൃഷ്ണ? ക്ലിയർ ആണോ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതെല്ലാം? ഓക്കെ ആണോ? ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ആണോ? സൂര്യനാരായണൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ. സോ ലാസ്റ്റ് ക്ലാസ്സിൽ വി വർ സ്റ്റോപ്പിംഗ് അറ്റ് ദ പോയിന്റ്. എവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്തത്? നമ്മൾ സ്റ്റോപ്പ് ചെയ്ത പോയിന്റ് ഇതായിരുന്നു അല്ലെ? ഓപ്പറേറ്റിംഗ് പോയിന്റ് അല്ലെ? ഓപ്പറേറ്റിംഗ് പോയിന്റ് വി ഹാവ് ടു ഫിക്സ് അറ്റ് ദ മിഡ് പോയിന്റ്, ഓൾമോസ്റ്റ് അറ്റ് ദ മിഡ് പോയിന്റ് വേർ VC is equal to VCC by 2. ഈ ഒരു കണ്ടീഷൻ VC is equal to VCC by 2 എന്നുള്ള ഈ ഒരു കണ്ടീഷനിൽ യു ഹാവ് ടു പ്രോപ്പർലി സ്റ്റെബിലൈസ്. ഓക്കെ, സോ ദാറ്റ് ടോപ്പിക്, അതിന് ഞാൻ എന്താ പറഞ്ഞത്? ബയാസ് സ്റ്റെബിലൈസേഷൻ. ദ ടോപ്പിക് ദാറ്റ് ഈസ് even when temperature change, IC will change, operating point can shift. അല്ലേ? പിന്നെ ട്രാൻസിസ്റ്റർ പാരാമീറ്റേഴ്സ് കാരണം this operating point can shift to saturation or to cut off. Okay, so our aim, what should be our aim? Our aim is that we should stabilize this operating point. അല്ലേ? Stabilize this operating point. Stabilize this operating point at this point so that, okay, stabilize this operating point at this point so that we will be getting a proper amplified signal. സാച്ചുറേഷൻ റീജിയനിലേക്ക് പോയാൽ എന്താ പറ്റുക? ഒരു പോർഷൻ കട്ട് ചെയ്ത് പോകും. കണ്ടോ? ICയുടെ ഒരു പോർഷനും VCയുടെ ഒരു പോർഷനും കട്ടായി പോകും, ക്ലിപ്പ് ചെയ്ത് പോകും. കട്ട് ഓഫ് റീജിയനിലേക്ക് പോകുമ്പോഴും ഒരു പോർഷൻ ക്ലിപ്പ് ചെയ്ത് പോകും. ഓക്കെ, അപ്പൊ നമ്മുടെ എയിം എന്തായിരിക്കണം? വി ഷുഡ് സ്റ്റെബിലൈസ്. ഓക്കെ, സ്റ്റെബിലൈസ് ദിസ് ഓപ്പറേറ്റിംഗ് പോയിന്റ്, ഓക്കെ, ബൈ പ്രൊവൈഡിങ് പ്രോപ്പർ ബയാസിംഗ് കണ്ടീഷൻ. ഓക്കെ, സോ ആ ടോപ്പിക്കിന്, ആ എൻറ്റയർ ക്ലാസിഫിക്കേഷൻ, ആ ഒരു ടോപ്പിക്കിന് നമ്മൾ പറയുന്ന പേരാണ് ബയാസ് സ്റ്റെബിലൈസേഷൻ. ഓക്കെ, സോ ടുഡേസ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ബയാസ് സ്റ്റെബിലൈസേഷൻ. സോ ബയാസ് സ്റ്റെബിലൈസേഷൻ മീൻസ് വാട്ട്? വി ഹാവ് ടു ഡിസൈൻ എ ബയാസിംഗ് സർക്യൂട്ട്. ഓക്കെ, ബയാസിംഗ് ഇത് കുറച്ച് തിയറി പോർഷൻ ആണ്, അതുകൊണ്ടാണ് ഞാൻ ആ PDF ആയിട്ട് വെച്ചിരിക്കുന്നത് കേട്ടോ. ബയാസിംഗ് സർക്യൂട്ട് ഷുഡ് ബി ഡിസൈൻ in such a way that your operating point is fixed at the center of the active region. Okay, അപ്പോൾ എന്ത് ചെയ്യണം? ഓപ്പറേഷൻ ബയാസിംഗ് സർക്യൂട്ടിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് while operating, okay, while operating the transistor as an amplifier, it should not shift to the undesirable region. ഏതൊക്കെ undesirable region? either cut off or to the saturation. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ബയാസിംഗ് സർക്യൂട്ട് ഒക്കെ പ്രോപ്പർ ആയിട്ട് ഡിസൈൻ ചെയ്ത്, ഓക്കെ, പ്രോപ്പർ ആയിട്ട് ബയാസിംഗ് സർക്യൂട്ട്, എന്താ ബയാസിംഗ് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ എമിറ്റർ ബേസ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുക, കളക്ടർ ബേസ് ജംഗ്ഷൻ സാറ്റിസ്ഫൈ ചെയ്യുക. എമിറ്റർ ബേസ് ജംഗ്ഷൻ ഷുഡ് ബി ഫോർവേഡ് ബേസ്ഡ്, കളക്ടർ ബേസ് ജംഗ്ഷൻ ഷുഡ് ബി റിവേഴ്സ് ബേസ്ഡ്. അപ്പോൾ ആ ഒരു കണ്ടീഷൻ വെച്ചിട്ട് നമ്മൾ പ്രോപ്പർ ആയിട്ട് ഫിക്സ് ചെയ്തു. ഓപ്പറേറ്റിംഗ് പോയിന്റ് കൊടുക്കാൻ റിക്വയർഡ് ആയിട്ടുള്ള IB കൊടുത്തു. റിക്വയർഡ് ആയിട്ടുള്ള IB ഇവിടെ കൊടുത്തു, റിക്വയർഡ് ആയിട്ടുള്ള ബയാസിംഗ് കണ്ടീഷൻ ഒക്കെ കൊടുത്ത് നമ്മൾ ഓപ്പറേറ്റിംഗ് പോയിന്റ് ഇവിടെ ഫിക്സ് ചെയ്തു. ഓക്കെ, ഇനി ആംപ്ലിഫിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്താ, ചില ടൈമില് കളക്ടറിലേക്ക് വരുന്ന കാരിയേഴ്സിന്റെ, ഓക്കെ, ഇറ്റ് ക്യാൻ ബി ഇലക്ട്രോൺസ് ആസ് ഇൻ ദ കേസ് ഓഫ് NPN, ഓർ ഇറ്റ് ക്യാൻ ബി ഹോൾസ് ഇൻ ദ കേസ് ഓഫ് PNP. അപ്പൊ എന്താ പറ്റുക? കളക്ടർ റീജിയനിലേക്ക് ടെമ്പറേച്ചർ റൈസ് ആവും ഇലക്ട്രോൺസ് വരുമ്പോൾ. സോ ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് സംഭവിക്കും? ഈ IC ഇൻക്രീസ് ചെയ്യും. ശരിയല്ലേ? ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ചാർജ് കാരിയേഴ്സ് കൂടുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ ഹീറ്റ് ഡെവലപ്പ് ചെയ്യും. ഓക്കെ, ആ ഹീറ്റ് ഡെവലപ്പ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ there is a tendency that this collector current IC will increase, അല്ലെങ്കിൽ ബീറ്റ വാല്യൂ can increase. ഓക്കെ, ബീറ്റ വാല്യൂ can increase. ഓക്കെ, ഓക്കെ, സോ നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്തായിരിക്കണം? ബയാസിംഗ് സർക്യൂട്ടിന്റെ റെസ്പോൺസിബിലിറ്റി എന്തായിരിക്കണം? ഇറ്റ് ഷുഡ് നോട്ട് ബി, എന്തായിരിക്കണം? Operating point should be, we have to maintain stable irrespective of the change in temperature and transistor parameters. Clear ആണോ? ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ ഓപ്പറേറ്റിംഗ് പോയിന്റ് ടെമ്പറേച്ചർ ചേഞ്ച് വന്നാലും ബാക്കിയുള്ള എന്തൊക്കെ പാരാമീറ്ററിൽ ചേഞ്ച് വന്നാലും നമ്മുടെ ഓപ്പറേറ്റിംഗ് പോയിന്റ് വി ഷുഡ് കീപ്
constant. Okay, so that topic we'll call it as bias stabilization. Clear ആണല്ലോ? Okay, അപ്പോൾ ഏതൊക്കെ പാരാമീറ്റേഴ്സ് കൊണ്ട് ചേഞ്ച് വരാം? ഒന്ന് ടെമ്പറേച്ചർ, ഒന്ന് ട്രാൻസിസ്റ്റർ പാരാമീറ്റേഴ്സ്. എന്താ ഈ ട്രാൻസിസ്റ്റർ പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ? ദാറ്റ് ഇസ് ബീറ്റ. ഓക്കെ, അപ്പോൾ വാട്ട് ഒരു ഷോർട്ടായിട്ട് ബയാസ് സ്റ്റെബിലൈസേഷൻ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും? മെയിൻ്റനൻസ് ഓഫ് ഓപ്പറേറ്റിംഗ് പോയിന്റ്. കണ്ടോ, മെയിൻ്റനൻസ് ഓഫ് ഓപ്പറേറ്റിംഗ് പോയിന്റ് സ്റ്റേബിൾ. ഓക്കെ, സ്റ്റേബിൾ ഇൻഡിപെൻഡന്റ് ഓഫ് ടെമ്പറേച്ചർ വേരിയേഷൻ or transistor parameters is known as stabilization. Clear ആണല്ലോ? Maintenance of the operating point. Okay, maintenance of the operating point. Okay, stable irrespective of the variation in temperature and irrespective of variation of transistor parameters. This is known as stabilization. Okay ആണല്ലോ? അപ്പോൾ നമ്മുടെ പോയിന്റ്, അതായത് ഓപ്പറേറ്റിംഗ് പോയിന്റ് അല്ലെങ്കിൽ ക്വിസന്റ് പോയിന്റ് എന്ത് ചെയ്യണം? സ്റ്റേബിൾ ആയിട്ട് എനിക്ക് ഒരു പോയിന്റിൽ മെയിൻറ്റെയിൻ ചെയ്യണം, ഇറസ്പെക്റ്റീവ് ഓഫ് ദ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ആൻഡ് ട്രാൻസിസ്റ്റർ പാരാമീറ്റേഴ്സ്. ദാറ്റ് ഈസ് നോൺ ആസ് ബയാസ് സ്റ്റെബിലൈസേഷൻ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇതുവരെ പറഞ്ഞ ക്ലിയർ ആണോ? ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ ഓക്കെ, ശരി. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ബയാസ് സ്റ്റെബിലൈസേഷൻ ചെയ്യുന്നത്? ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വി ഹാവ് ടു മെയിൻറ്റെയിൻ ദ ഓപ്പറേറ്റിംഗ് പോയിന്റ് അറ്റ് ദ സ്റ്റേബിൾ കണ്ടീഷൻ, അല്ലെങ്കിൽ കറക്റ്റ് അറ്റ് ദ മിഡ് പോയിന്റ്. ഓക്കെ, കറക്റ്റ് അറ്റ് ദ മിഡ് പോയിന്റ്. വൈ? ബിക്കോസ് ദിസ് ഓപ്പറേറ്റിംഗ് പോയിന്റ് ക്യാൻ ഷിഫ്റ്റ്, അല്ലേ? ദിസ് ഓപ്പറേറ്റിംഗ് പോയിന്റ് ക്യാൻ ഷിഫ്റ്റ് because of the temperature dependence of the collector current IC, because of the temperature dependence of the collector current IC, പിന്നെ due to individual variations, പിന്നെ due to the thermal runaway. ഈ മൂന്ന് പാരാമീറ്റേഴ്സ് കാരണം ടെമ്പറേച്ചറിൽ എന്തായിരിക്കും? ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഉണ്ടാവാം, ഇൻഡിവിജ്വൽ വേരിയേഷൻസ് ഉണ്ടാവാം, തെർമൽ റണ്ണവേ ഉണ്ടാവും. ശരിയല്ലേ? ഈ മൂന്ന് കാര്യങ്ങൾ, ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് ദ കളക്ടർ കറന്റ്, ഇൻഡിവിജ്വൽ വേരിയേഷൻ, തെർമൽ റണ്ണവേ. ഓക്കെ ആണല്ലോ? ഈ മൂന്ന് പാരാമീറ്റേഴ്സ് കാരണം, ഓക്കെ, ഈ മൂന്ന് പാരാമീറ്റേഴ്സ് കാരണം എന്തുണ്ടാവാം? ഈ ഒരു ഓപ്പറേറ്റിംഗ് പോയിന്റ് ഷിഫ്റ്റ് ഉണ്ടാവാം. ക്ലിയർ ആണല്ലോ? ടെമ്പറേച്ചർ കാരണം കളക്ടർ കറന്റ് ചേഞ്ച് വരും. അതെങ്ങനെയാ വരുന്നതെന്നുള്ളത് നമുക്ക് കാണാം. ഓക്കെ, ഇൻഡിവിജ്വൽ വേരിയേഷൻ. എന്താ ഇൻഡിവിജ്വൽ വേരിയേഷൻ? ഞാൻ ഒരു ട്രാൻസിസ്റ്റർ ലാബിൽ പോയി എടുത്തു. ഓക്കെ, ആ ട്രാൻസിസ്റ്ററിന്റെ വാല്യൂ, അല്ലെങ്കിൽ ട്രാൻസിസ്റ്ററിന്റെ ബീറ്റയുടെ വാല്യൂ 100 ആണ്. ഓക്കെ, അതേ പാക്കറ്റിൽ നിന്ന് തന്നെ ഞാൻ വേറൊരു ട്രാൻസിസ്റ്റർ എടുത്തു. അതേ ഇതിൽ നിന്ന് തന്നെ വേറൊരു ട്രാൻസിസ്റ്റർ എടുത്തു. വേറൊരു ട്രാൻസിസ്റ്റർ എടുത്തു കഴിഞ്ഞപ്പോൾ എന്താ പറ്റുന്നത്? വേറൊരു ട്രാൻസിസ്റ്റർ എടുത്തു കഴിഞ്ഞപ്പോൾ അതിന്റെ ബീറ്റയുടെ വാല്യൂ എത്രയാ? 98. വേറൊരു ട്രാൻസിസ്റ്റർ എടുത്തു, 99. അപ്പൊ എന്താ? ബീറ്റയുടെ വാല്യൂ, ഓക്കെ, ബീറ്റയുടെ വാല്യൂ ഹൈ ആണെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ ആണല്ലോ? ബീറ്റയുടെ വാല്യൂ ഹൈ ആണെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഒരു ട്രാൻസിസ്റ്ററിന് 100, ഒരു ട്രാൻസിസ്റ്ററിന് 98, ഒരു ട്രാൻസിസ്റ്ററിന് 99. ഇതാണ് കണ്ടീഷൻ. അപ്പോൾ അത് ആ ബീറ്റയുടെ വാല്യൂ വരാനുള്ള കാരണം എന്താ? എന്താ കാരണം? പല മേക്കാണ്, അല്ലേ? ആ ട്രാൻസിസ്റ്റർ മാനുഫാക്ചർ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ചേഞ്ചസ് ആണ് ഈ പറയുന്ന ബീറ്റയുടെ വാല്യൂ. അപ്പോൾ സെയിം മേക്ക് BC107 എന്നുള്ള ഒരു ട്രാൻസിസ്റ്റർ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അതേ പാക്കറ്റിൽ നിന്ന് എടുക്കുന്ന ഒരു ട്രാൻസിസ്റ്ററിന്റെ ബീറ്റ വാല്യൂ 100 ആവാം, മറ്റേന് 98 ആവാം, 99 ആവാം, പല കണ്ടീഷൻസ് വരാം. ശരിയല്ലേ? ദാറ്റ് ഈസ് നോൺ ആസ് ഇൻഡിവിജ്വൽ വേരിയേഷൻ. ക്ലിയർ ആണോ? ഓക്കെ ആണല്ലോ? ഇൻഡിവിജ്വൽ. അപ്പൊ ഇൻഡിവിജ്വൽ വേരിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കറക്റ്റ് ആയിട്ട് ബീറ്റ വാല്യൂ ക്യാൻ ചേഞ്ച്. ശരിയല്ലേ? ബീറ്റ വാല്യൂ ക്യാൻ ചേഞ്ച്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ, തെർമൽ റണ്ണവേ. ഈ തെർമൽ റണ്ണവേ എന്നുള്ള കാര്യം ഇപ്പൊ മനസ്സിൽ വെക്കുക, നമ്മൾ പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ സ്റ്റെബിലൈസേഷൻ ഓഫ് ഓപ്പറേറ്റിംഗ് പോയിന്റ്. ഓക്കെ, സ്റ്റെബിലൈസേഷൻ ഓഫ് ഓപ്പറേറ്റിംഗ് പോയിന്റ് എന്തുകൊണ്ടാണ് ബയാസിംഗ് സർക്യൂട്ട് അല്ലെങ്കിൽ ബയാസ് സ്റ്റെബിലൈസേഷൻ വേണ്ടത്? കാരണം എന്താ? ഓപ്പറേറ്റിംഗ് പോയിന്റ് ഷിഫ്റ്റ് ഡ്യൂ ടു ടെമ്പറേച്ചർ. ഓപ്പറേറ്റിംഗ് പോയിന്റ് ക്യാൻ ഷിഫ്റ്റ് ഡ്യൂ ടു ഇൻഡിവിജ്വൽ വേരിയേഷൻ. Operating point can shift due to thermal runaway.
ക്ലിയർ? ഓക്കെ ആണല്ലോ? ഓക്കെ, ഇനി ഇതുവരെ ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ ആണോ? എനിവൺ? ഓക്കെ, യെസ്. Okay, now let us take last class we have explained the derivation. നമ്മുടെ derivation part നമ്മൾ explain ചെയ്തായിരുന്നു. Okay, so what was the derivation? We have derived the equation for the current, അല്ലേ? Collector currentന്റെ equation we have derived. What was the equation? IC is equal to beta IB plus ICBO അല്ലെങ്കിൽ ICEO. Okay, so IC represents the collector current. Okay, beta represents the amplification factor. IB, clear? IB, that is base current is denoted by IB plus what is ICEO? ICEO എന്തായിരുന്നു? Current due to minority charge carriers. Okay ആണല്ലോ? Current which is flowing due to minority charge carriers. Okay, ഇനി ഡൗട്ട് ഉള്ളവർ നോക്കുക. See, in this is the output carrier, right? Now where is the collector current? That is where is the this current due to minority charge carriers flowing? This ഈ cut off region അല്ലേ? cut off region നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ കണ്ടതാണ്. ഫസ്റ്റ് ക്ലാസ്സിൽ we have seen current which is flowing through the minority current during the cut off region, that is this portion, ICEO. Clear? Yes. So total current, that is total collector current IC, that is equal to beta IB plus ICEO. Okay, now let us see which all parameters out of this, that is IC, IB, ICEO. ഇതില് ഏതൊക്കെ പാരാമീറ്റേഴ്സിന് ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് ആയിരിക്കും? ഓക്കെ, ക്യാൻ എനിബഡി ടെൽ മീ ഏതൊക്കെ പാരാമീറ്റേഴ്സ് ടെമ്പറേച്ചർ ഡിപ്പെൻഡ് ചെയ്യുന്ന? IC ഉണ്ട്, BT ഉണ്ട്, IB ഉണ്ട്, ICE ഉണ്ട്. Can any one of you? Anandakrishna, please tell me. ഇതിൽ ഏതൊക്കെ പാരാമീറ്റേഴ്സ് ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് ആയിരിക്കും? IB. പിന്നെ IB മാത്രമായിരിക്കോ? അല്ല, ഇത് ഫൈനൽ ആയിട്ട് നമുക്ക് വേരി ചെയ്യുന്നത്. ഈ പാരാമീറ്റേഴ്സിൽ ഏതൊക്കെയാ? ബീറ്റ ഉണ്ട്, IB ഉണ്ട്, ICEO ഉണ്ട്. ICEO. Correct? Okay? Correct അല്ലേ? Okay? അപ്പോ നോക്കുക എങ്ങനെയാണ് നോക്കുക. ഞാനിപ്പോ ടെമ്പറേച്ചർ കൂട്ടി. ക്ലിയർ ആണല്ലോ? എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കട്ടോ. ഒരു സെമി കണ്ടക്ടിങ് ഡിവൈസസിൽ, ഓക്കെ, സെമി കണ്ടക്ടിങ് ഡിവൈസ്, സപ്പോസ് ഐ എം ഇൻക്രീസിങ് ദ ടെമ്പറേച്ചർ. ഓക്കെ, വെറുതെ ഞാൻ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫാക്ടർ വഴി നമ്മുടെ സർക്യൂട്ടിലേക്ക് വരുന്ന കമ്പോണൻസുകളുടെ ടെമ്പറേച്ചർ കൂടുക എന്ന് വിചാരിക്കാം. ഓക്കെ, ടെമ്പറേച്ചർ കൂടുക. അതെങ്ങനെയാണ് ഈ ടെമ്പറേച്ചർ കൂടുന്നത്? എങ്ങനെ ടെമ്പറേച്ചർ കൂടുന്നത്? സി, ഐ വിൽ ഷോ യു. ഇതാണ് നമ്മുടെ ട്രാൻസിസ്റ്റർ അല്ലേ? NPN ട്രാൻസിസ്റ്റർ. സപ്പോസ് യു ആർ ടേക്കിംഗ് ലൈക്ക് ദിസ്. N denotes the emitter part. ഓക്കെ ആണല്ലോ? ഇനി ഇത് എൻ്റെ ഡിപ്ലീഷൻ റീജിയൻ കഴിഞ്ഞ് this forms the base. This is P region, right? Now again this is N region. Emitter, base, collector. Clear ആണല്ലോ? ഓക്കെ, ഇനി N regionന്റെ majority carriers ഏതാടോ? Anyone? Please tell me. N regionന്റെ majority carriers ഏതാ? Electrons. Okay, അപ്പോൾ electrons will be moving towards the emitter base junction. നമ്മൾ എന്ത് ചെയ്യും? ഫോർവേഡ് ബയാസ് ചെയ്യും. ശരിയല്ലേ? ഫോർവേഡ് ബയാസ് ചെയ്യും. ഇനി കളക്ടർ ബേസ് ജംഗ്ഷനോ വിൽ ബി റിവേഴ്സ് ബയാസിങ്. അപ്പൊ നോക്കാം, ഈ ഇലക്ട്രോൺസ് വാട്ട് ഹാപ്പൻസ്? all these electrons will be moving and crossing this junction, right? All this will be moving and crossing this junction, right? And
we can see that it is reaching this region. Clear? Okay, anlo? Okay. Then after this region, it will be passing to the collector. ശരിയല്ലേ? അപ്പോൾ നോക്കേ, മെജോറിറ്റി ഇലക്ട്രോൺസും ഇവിടുത്തെ മെജോറിറ്റി ഇലക്ട്രോൺസും ഇറ്റ് ഈസ് റീച്ചിങ് ഹിയർ. ഓക്കെ, ദാറ്റ് വി വിൽ ഡിനോട്ട് ഇറ്റ് ആസ് എന്തായിരുന്നു? ആൽഫ എമൗണ്ട് ഓഫ് ഐ ഇ. ഓർമ്മയുണ്ടോ? നമ്മൾ കുറച്ച് ക്ലാസ് മുന്നേ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ഓക്കെ ആണല്ലോ? ശരിയല്ലേ? ആ, അപ്പൊ വെറും ഈ ഒരു മെജോറിറ്റി കാരിയേഴ്സ് ഇവിടെ എത്തി. ഇനി നോക്കുക, സപ്പോസ് എൻ ടൈപ്പ് മെറ്റീരിയലിലെ മൈനോറിറ്റി കാരിയേഴ്സ് ഏതാ? ഹോൾസ്. ശരിയാണല്ലോ? ഹോൾസ് എവിടുന്ന് എങ്ങോട്ടാ ഫ്ലോ ചെയ്യുക? ഈ പോയിന്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യും. സോ വാട്ട് ഹാപ്പൻസ്? സി, ദിസ് കറണ്ട് ഈസ് ഡിനോട്ടഡ് ആസ് ICEO അല്ലെങ്കിൽ ICBO, എങ്ങനെ വേണമെങ്കിൽ കൊടുത്താൽ മതി. ഞാൻ സപ്പോസ് ചില ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ICBO, IEO, ICEO അല്ലെങ്കിൽ ICO ഇങ്ങനെ കൊടുത്താലും അത് ലീക്കേജ് കറണ്ട് ആണ്. ശരിയാണല്ലോ? ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പോ ഇലക്ട്രോൺസ് ഇങ്ങോട്ടാണ് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ ഈ കറണ്ട് ഡയറക്ഷൻ ഇങ്ങോട്ടായിരിക്കും. കണ്ടോ? കറണ്ട് ഡയറക്ഷൻ ഇങ്ങോട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് ഇതിന്റെ രണ്ടിനെ സമ്മാണ്. ഇനി നിങ്ങൾ നോക്കിയേ, മെജോറിറ്റി കാരിയേഴ്സ് ഇവിടെ എത്തിക്കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ കളക്ടറിൽ എന്ത് സംഭവിക്കും? ഇവിടെ വരുന്ന ആ ഒരു ടെമ്പറേച്ചറിന്റെ എഫക്റ്റ് എന്തായിരിക്കും? കൂടും. ശരിയല്ലേ? ഓക്കെ, ടെമ്പറേച്ചറിന്റെ എഫക്റ്റ് കൂടും. ദിസ് ഈസ് ഡിനോട്ടഡ് ബൈ ദിസ് വൺ. കണ്ടോ? ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ്. ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് പറ്റും? ടെമ്പറേച്ചർ കൂടിക്കഴിയുമ്പോൾ നമ്മുടെ ഈ പാരാമീറ്റർ ലീക്കേജ് കറണ്ട് കൂടും. കാരണം എന്താ ലീക്കേജ് കറണ്ട് കൂടാൻ കാരണം? ഇത് ശരിക്കും പറയാം, ഒരു ടെമ്പറേച്ചർ കൂടിക്കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ ഇലക്ട്രോൺസ് കൊളീഷൻ കാരണമാണല്ലോ കണ്ടക്ഷൻ നടക്കുന്നത്. ശരിയാണല്ലോ? കൊളീഷൻ കാരണമാണ് കണ്ടക്ഷൻ. അപ്പൊ ആ വൈബ്രേഷൻ അല്ലെങ്കിൽ ആ കൊളീഷൻ ഇഫക്റ്റ് കൂടും. സോ വാട്ട് ഹാപ്പൻസ്? ദിസ് പാരാമീറ്റർ വിൽ ഇൻക്രീസ്. കണ്ടോ? അപ്പോൾ ടെമ്പറേച്ചർ കാരണം ദിസ് പാരാമീറ്റർ വിൽ ഇൻക്രീസ്. സിമിലർലി വാട്ട് ഹാപ്പൻസ്? IB value will increase. കണ്ടോ? ഈ ബേസ് കറണ്ട് പാരാമീറ്ററും ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ടോട്ടൽ ആയിട്ട് എന്താ സംഭവിക്കുന്നത്? ഈ ബീറ്റ വാല്യൂവിന് ചേഞ്ച് വരും. സോ ടോട്ടൽ ആയിട്ട് വാട്ട് ഹാപ്പൻസ്? ദിസ് IC ഈസ് ഗെറ്റിംഗ് ചേഞ്ച്. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോ സി, നമുക്ക് ഫ്രം ദിസ് നമ്മൾ എടുത്തിരിക്കുന്ന കോൺഫിഗറേഷൻ ഏതാ? കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ആണ് അല്ലെ? കോമൺ എമിറ്റർ കോൺഫിഗറേഷനിൽ നമുക്കറിയാം current amplification factor you can take it as beta. Okay, so beta you can take it as IC by IB. Clear? IC by IB. Okay, so current amplification factor is beta. Oh, sorry, this beta is equal to IC by beta. Clear? ഇനി നമ്മൾ കോമൺ ബേസ് എടുത്ത് നോക്കിയേ. കോമൺ ബേസിൽ നമുക്ക് കിട്ടിയ കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ എന്തായിരുന്നു? ആൽഫ ആയിരുന്നു. അപ്പോൾ ആ ആൽഫ ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് IC by I. ക്ലിയർ? ഇനി ഇത് നമ്മൾ ഡെറിവേഷൻ ചെയ്ത കാര്യങ്ങളാണ്. IC is equal to കോമൺ എമിറ്ററിന്റെ കേസ് വരുമ്പോൾ ബീറ്റ IB പ്ലസ് 1 പ്ലസ് ബീറ്റ ഇൻറ്റു ICBO. ക്ലിയർ ആണല്ലോ? ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ചെയ്തതാണ്. എന്താ ചെയ്തത്? IC is equal to ആൽഫ IE പ്ലസ് ICBO. IE you can take it as IB plus IC. Clear? IE is equal to IB plus IC. ഓക്കെ ആണല്ലോ? ഓക്കെ, സോ എന്ത് വരും? ഫൈനൽ ഇക്വേഷൻ ഇതാണ് എൻ്റെ ഫൈനൽ ആയിട്ട് കിട്ടുന്ന ഇക്വേഷൻ. ഇത് കോമൺ ബേസിന്റെ കോൺഫിഗറേഷൻ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഓക്കെ, കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ആണ് നമ്മൾ സാധാരണ ചൂസ് ചെയ്യുക. അതിന്റെ കാര്യം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ കോമൺ ബേസിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾ നോക്കിയേ, കളക്ടർ കറണ്ട് മെയിൻ ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് ഇവിടെ? ഒന്ന് ബീറ്റ. കണ്ടോ? കോമൺ ബേസ് ആണെങ്കിൽ ബീറ്റ, സോറി കോമൺ എമിറ്റർ ആണെങ്കിൽ ബീറ്റ. ഓക്കെ, സംശയമുള്ളവർ ഇവിടെ നോക്കിയാലും മതി. ഇതാ ബീറ്റ IB പ്ലസ് IC. അപ്പൊ ഏതൊക്കെ പാരാമീറ്റേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഒന്ന് ബീറ്റ, ഒന്ന് IB, ഒന്ന് ICEO. ക്ലിയർ ആണല്ലോ? ബീറ്റ, IB, ICEO. ഇനി പ്രധാനപ്പെട്ട കൺക്ലൂഷൻ ഞാൻ പറയാൻ പോവാണ്. ഫസ്റ്റ് വൺ, ഇത് തമ്പ് റൂൾ ആണ്. യു ക്യാൻ ടേക്ക് ഇറ്റ് ഗ്രാൻഡഡ്. ഓക്കെ,
see the leakage current, okay, leakage current, this leakage current will be doubling its value for every 10-degree rise in temperature. Clear ആണോ? അതായത് എൻ്റെ സപ്പോസ് ആ സെമി കണ്ടക്ടിങ് ലെയറിന്റെ ടെമ്പറേച്ചർ 10 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു എന്ന് വിചാരിക്കാം. അപ്പൊ എനിക്ക് 1 milliamps ആണ് ഇതിന്റെ ലീക്കേജ് കറണ്ട് എങ്കിൽ അത് 20 ഡിഗ്രി സെൽഷ്യസിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ടെമ്പറേച്ചർ റൈസ് ചെയ്യുമ്പോൾ വാട്ട് ഹാപ്പൻസ്, ദാറ്റ് വാല്യൂ ഈസ് ഗെറ്റിംഗ് ഡബിൾഡ്. ഓക്കെ, ദാറ്റ് 1 milliamps will get converted to 2 milliamps. ക്ലിയർ ആണോ? ഓക്കെ, സോ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് അല്ലെങ്കിൽ ലീക്കേജ് കറണ്ട്സ് ICO, okay, leakage current ICO, okay, that becomes what, that becomes double. Clear ആണല്ലോ? അപ്പോൾ ഓരോ 10 ഡിഗ്രി റൈസ് ഇൻ ടെമ്പറേച്ചറിനും നോക്കുക, ഓരോ 10 ഡിഗ്രി റൈസ് ഇൻ ടെമ്പറേച്ചറിനും വാട്ട് ഹാപ്പൻസ്, ICEO ഈസ് ഗെറ്റിംഗ് ഡബിൾഡ്. ഈ കൺസെപ്റ്റ് ക്ലിയർ ആണോ എല്ലാവർക്കും? യെസ്, ക്ലിയർ ആണോ? ഓക്കെ, ഹരിത്തിന് ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ? ഇസ് ഇറ്റ് ക്ലിയർ? മൈക്ക് ഇല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ ഇട്ടാൽ മതി കേട്ടോ. യെസ്, ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, സോ ക്ലിയർ ആണ്. ഓക്കെ, യെസ് യെസ്, ഓക്കെ, സോ ലെറ്റ് us continue. See, അപ്പോൾ see, we have to take 3 conditions. ഏതൊക്കെയാ 3 conditions? First one beta, second case IB, third case ICEO. Clear ആണല്ലോ? Okay, so my conclusion is that this minority charge carriers ICEO, okay, minority charge carriers ICEO will be doubling for every 10 degree rise in temperature. ഓരോ 10 degree rise in temperature വരുമ്പോഴും what happens, this ICEO will be changing. Okay, അപ്പോൾ clear ആണല്ലോ? ICEO, when ICEO is changing, what happens, automatically this sum will change. ശരിയല്ലേ? The sum will change. So if the sum is getting changed, what happens, IC will change. Okay, അപ്പോൾ IC ചേഞ്ച് ആയി കഴിഞ്ഞാൽ നോക്കിയേ, നമ്മുടെ ഫിഗർ നോക്കിയേ, IC, see, if IC value is getting changed, what happens, operating point will be shifting. Clear? Okay, so as ICEO value changes, okay, the sum, that is beta IB plus ICEO will be changing, and automatically what happens, IC will be changing. So operating point will be shifting. Clear? Okay, now next one, second case നോക്കുക. second case എന്താ, what is my second case, which ഏത് പാരാമീറ്റർ ആയിരിക്കും second case? First, see, first it is, I can take a new page. See, നമ്മുടെ equation ഏതാ, IC is equal to beta IB plus ICEO ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ ICO ആയിട്ട് എടുക്കാം. Okay, so what happens, first conclusion, what is the first conclusion, this parameter is getting doubled for every 10 degree rise in temperature. Okay, so this parameter we have studied. Now what is the second case? In the second case is the input current. See, input current, what is input current? IB. Okay, input current, it is IB. Now IB change ചെയ്യണമെങ്കിൽ, base current change ചെയ്യണമെങ്കിൽ what should change? See, this is our circuit, കണ്ടോ, this is the circuit. If IB we want to change, അല്ലെങ്കിൽ IB change ആവണമെങ്കിൽ ഈ സർക്യൂട്ടിൽ, if this current IB has to change, what should change? Input voltage has to change. ശരിയല്ലേ? ബേസ് കറണ്ട് ചേഞ്ച് ആവണമെങ്കിൽ automatically the potential difference should change. So automatically this IB should change. Okay, so IB change വരണമെങ്കിൽ you have to take into account which parameter? VBE. ബേസും എമിറ്ററും തമ്മിലുള്ള വോൾട്ടേജ് ആണ് കൺസിഡർ ചെയ്യേണ്ടത്. So when VBE changes, automatically IB changes. Or when VB, that is voltage across base, changes, automatically IB will change. Clear? So another conclusion.
another conclusion. Clear alla. I will tell you the thing. Please note that. See, for every 2.5 millivolt, okay, VB യുടെ ചേഞ്ച് ആണ് ഇവിടെ പറയുന്നത്. VB യുടെ ചേഞ്ച്, see, VB യുടെ ചേഞ്ച് when it is 2.5 millivolt, okay, VB യുടെ ചേഞ്ച് when it is 2.5 millivolt, the base current will change. Okay, അപ്പോൾ IB യുടെ ചേഞ്ച് എങ്ങനെയാണ് ഞാൻ നോട്ട് ചെയ്യുന്നത്? when my base voltage VB will change for every 2.5 millivolt per degree Celsius. കൺസെപ്റ്റ് ക്ലിയർ ആണോ? ഓരോ ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറിൽ ചേഞ്ച് വരുമ്പോഴും 2.5 മില്ലി വോൾട്ട് ഈ ബേസ് വോൾട്ടേജിൽ വി ബിയുടെ വാല്യൂവിൽ ചേഞ്ച് വരും. സോ വെൻ ദിസ് വി ബി ചേഞ്ചസ്, വാട്ട് ഹാപ്പൻസ്? ഐ ബി വിൽ ചേഞ്ച്. ക്ലിയർ ആണല്ലോ? ഐ ബി വിൽ ചേഞ്ച്. ക്ലിയർ? ഓക്കെ. നൗ മൈ തേർഡ് കൺക്ലൂഷൻ അല്ലെങ്കിൽ തേർഡ് പാരാമീറ്റർ. ഏതാ തേർഡ് പാരാമീറ്റർ? ട്രാൻസിസ്റ്റർ current amplification factor beta. Okay, so beta will be, okay, beta will be, current amplification factor will be also changing with respect to the change in temperature. Appo temperature variation karanam, clear, due to the variation in temperature, what all parameters will be changing? See, leakage current will be doubling for every 10 degree rise in temperature. Now, IB value will be changing. Why? Because your VB is changing. How VB is changing? 2.5 millivolt per degree Celsius. Okay. Now, when temperature changes, beta also changes. Clear? So, I think it is clear. So, with respect to all these three factors, what changes? My IC will change. അപ്പോൾ IC ചേഞ്ച് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് വാട്ട് വിൽ ചേഞ്ച്? സി, മൈ ഓപ്പറേറ്റിംഗ് പോയിന്റ്. ഇതാണ് നമ്മുടെ IC. അപ്പോൾ ICക്ക് ചേഞ്ച് വന്നാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ദിസ് ക്വിസന്റ് പോയിന്റ് ഓർ ഓപ്പറേറ്റിംഗ് പോയിന്റ് വിൽ ബി ചേഞ്ചിങ്. സോ വി ഷുഡ് ഡിസൈൻ, okay, we should design the biasing circuit in such a way that, okay, in biasing circuit in such a way that this operating point, okay, should not change. Operating point should not go to the saturation or to the cutoff. Clear? Should not go to the saturation or to the cutoff with the temperature change. But temperature എത്ര ചേഞ്ച് വന്നാലും, ഓക്കെ, ICUയിൽ ചേഞ്ച് വന്നാലും IBയിൽ ചേഞ്ച് വന്നാലും ബീറ്റയിൽ ചേഞ്ച് വന്നാലും ഈ പറയുന്ന പാരാമീറ്റർ ദിസ് IC we have to keep it constant in order to get a better amplification or to maintain my quiescent point at this stable condition. Okay, so I think it is clear now. Okay, now leakage current. Let us take this leakage current alone. Okay, so I told that every temperature rise, for every 10 degree rise in temperature, okay, for every 10 degree rise in temperature, what happens? My ICEO value or ICO value will be changing. Clear? Okay, this value will be changing. Okay, now this parameter, the second parameter നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. സെക്കൻഡ് പാരാമീറ്റർ ഏതാ? IB or VB. You can take it as VB. VB ആയിട്ട് എടുക്കുക. ഒരു പോയിന്റിലെ പൊട്ടൻഷ്യൽ മാത്രമായിട്ട് കൺസിഡർ ചെയ്യേണ്ട, VB ആയിട്ട് വേണമെങ്കിൽ കൺസിഡർ ചെയ്യും. നൗ എക്സ്പ്ലനേഷൻ ആണ് ഇവിടെ ഈ കൊടുത്തിട്ടുള്ളത്. ആഫ്റ്റർ അവർ ക്ലാസ് ഐ വിൽ ബി ഷെയറിംഗ് ദിസ് PDF so that you can study this properly. Okay, അപ്പോൾ VB will be decreasing with it. കണ്ടോ? VB will be decreasing at a rate of 2.5 millivolt per degree Celsius. Okay, അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് 2.5 degree millivolt per degree Celsius റൈസ് ചെയ്യുമ്പോൾ IB will be depending upon that. Okay, so that whatever we have explained till now, it is clearly given in this notes. So after this class, you read this notes. Okay, now last parameter. ഏതാ നമ്മുടെ ലാസ്റ്റ് പാരാമീറ്റർ? ബീറ്റ. ക്ലിയർ? ബീറ്റയുടെ കേസാണ് ഞാൻ പറഞ്ഞത്.
suppose I am taking a case of BC147. Okay, BC147 എന്നൊരു ട്രാൻസിസ്റ്റർ ഞാൻ സെലക്ട് ചെയ്തു. It will be manufactured by one company. Okay, it will be having a beta value 100. ഇനി ഈ സെയിം പാക്കേജിന് തന്നെ, അതായത് ഒരു ട്രാൻസിസ്റ്റർ, ഒരു 10-15 ട്രാൻസിസ്റ്റർ ഞാൻ വാങ്ങിച്ചു. അതിലകത്ത് ഒരു ട്രാൻസിസ്റ്ററിന് മാത്രം ബീറ്റ ഞാൻ മെഷർ ചെയ്തു. What happens? What will be the value? It will be 100. But some of the transistors from the same package BC147, they may not be having 100. എന്തായിരിക്കും? They will be having 98 അല്ലെങ്കിൽ 95 അല്ലെങ്കിൽ 96, ചിലപ്പോൾ 90 വരെ വരാം, ചിലപ്പോൾ ഒരു 88 വരെ വരാം. Okay, it can also go beyond 100. Okay, so what happens? Beta can vary depending upon the manufacturing condition. Beta can vary depending upon the manufacturing condition. So what happens? Beta vary ചെയ്താൽ ഓട്ടോമാറ്റിക് ആയിട്ട് എൻ്റെ ഈ പ്രൊഡക്റ്റ് വേരി ആവും. ഈ പ്രൊഡക്റ്റ് വേരി ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് the sum will vary. Clear? If the sum is getting varied, my IC will vary. Clear? Yes? Okay. Now see. Okay, so I think it is clear. All these 3 topics. ഈ 3 ടോപ്പിക് നിങ്ങൾക്ക് ക്ലിയർ ആണോ? എല്ലാവർക്കും പറഞ്ഞ കാര്യം കണ്ടീഷൻസ് എല്ലാം ക്ലിയർ ആണോ? ക്ലിയർ. ബാലശങ്കർ ക്ലിയർ ആണ്. ഓക്കെ, ഹെബിൻ ഹെൻറി ക്ലിയർ ആണ്. ഓക്കെ, ഓക്കെ ആണ് അല്ലേ? അപ്പോൾ കൺസെപ്റ്റ് ക്ലിയർ ആണ്. ഓക്കെ, യെസ്. 5 മിനിറ്റ് കൂടെ ഉണ്ട്. 5 മിനിറ്റ് കൂടെ നമുക്ക് ഒരു ചെറിയൊരു ടോപ്പിക്കാണ് പറഞ്ഞ് നിർത്താം കേട്ടോ. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു ടോപ്പിക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ 3 കാര്യങ്ങൾ പറഞ്ഞു കേട്ടോ. ഞാൻ ഈ പറഞ്ഞ കാര്യം 2.5 mV/°C, ഇതൊന്ന് നോട്ട് ചെയ്യുക കേട്ടോ. ഈ ICO ടെമ്പറേച്ചർ കൂടുമ്പോൾ റൈസ് ആവുകയാണ് ചെയ്യുന്നത്. VBE ടെമ്പറേച്ചർ കണ്ടോ, VBE ഡിക്രീസസ് ആണ് കേട്ടോ. ഞാനത് പറഞ്ഞപ്പോൾ എന്തോ മാറിപ്പോയോ എന്നൊരു ഡൗട്ട്. VBE ഈസ് ഡിക്രീസിങ് അറ്റ് എ റേറ്റ് ഓഫ് 2.5 mV/°C. ഓരോ 2.5 mV ഓരോ ടെമ്പറേച്ചർ റൈസിനും 2.5 mV ഡിക്രീസ് ആണ് സംഭവിക്കുന്നത് കേട്ടോ. അതൊന്ന് നോട്ട് ചെയ്യണം. പറഞ്ഞപ്പോൾ മാറിപ്പോയോ എന്നൊരു ഡൗട്ട്. ഓക്കെ, നൗ സി. അപ്പോൾ വി ഹാവ് സീൻ ഓൾ ദിസ് എക്സ്പ്ലനേഷൻ. ഇനി അപ്പോൾ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസിന്റെ കാര്യം പറഞ്ഞു, IBയുടെ ഡിപ്പെൻഡൻസ്, ബീറ്റയുടെ ഡിപ്പെൻഡൻസ് പറഞ്ഞു, ICOന്റെ ഡിപ്പെൻഡൻസ് ആണ് ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ് ഏതാ? ഇൻഡിവിജ്വൽ വേരിയേഷൻ, ദാറ്റ് ഇസ് ബീറ്റ. ഇനി ലാസ്റ്റ് വൺ തെർമൽ വേരിയേഷൻ, തെർമൽ റണ്ണവേ. ഈ ഒരു കൺസെപ്റ്റ് കൂടി പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. യെസ്, സോ തെർമൽ റണ്ണവേ. വാട്ട് ഡു യു മീൻ ബൈ തെർമൽ റണ്ണവേ? ഓക്കെ, സി, നമ്മുടെ ഇക്വേഷൻ കോമൺ ബേസ് ആണെങ്കിലും കോമൺ എമിറ്റർ ആണ്. ഞാനിപ്പോൾ കോമൺ ബേസിന്റെ ഇക്വേഷൻ എടുത്തു. നോക്കുക, IC ഈസ് ഈക്വൽ ടു ഇതിന്റെ കോമൺ എമിറ്ററിന്റെ ഇക്വേഷൻ എടുത്തു. IC ഈസ് ഈക്വൽ ടു ബീറ്റ IB പ്ലസ് 1 പ്ലസ് ബീറ്റ ICBO. ഓക്കെ, അപ്പോൾ ടെമ്പറേച്ചർ കാരണം ഏതൊക്കെ പാരാമീറ്റേഴ്സ് ചേഞ്ച് വരും? ബീറ്റ, എസ്, IB, ഓക്കെ, ദെൻ ICBO. ഓക്കെ, സോ വാട്ട് ഹാപ്പൻസ്? ദിസ് പാരാമീറ്റർ വിൽ ബി ഡിക്രീസിങ്. ശരിയല്ലേ? VBE ഡിക്രീസസ് എന്നാണ് ഞാൻ പറഞ്ഞത്, at a rate of 2.5. This parameter will be increasing. Okay, leakage current will be increasing. Okay, now what happens? നമ്മൾ ഒരു 10 ഡിഗ്രി റൈസ് കൊടുത്തു. 10 ഡിഗ്രി റൈസ് കൊടുത്തു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് what happens? The collector current IC will be increasing. ശരിയല്ലേ? ഓക്കെ, കളക്ടർ റൈസ് will be increasing. ഒരു ട്രാൻസിസ്റ്ററിന്റെ കേസിൽ suppose you are having this transistor, okay, collector, this IC, ഈ കറണ്ട് IC, ഇതിന്റെ ടോട്ടൽ കറണ്ട്, അതായത് ആൽഫ IB, ആൽഫ IB പ്ലസ് IC, ഇതിന്റെ രണ്ടിന്റെയും സം ആണ് നമ്മുടെ എന്ത്?
ഈ കളക്ടർ കറണ്ട് എന്ന് പറയുന്നത്. ശരിയല്ലേ? ഈ ഡയറക്ഷൻ ആവാം, ഈ ഡയറക്ഷൻ ആവാം, ഡിപ്പെൻഡിങ് അപ്പോൺ NPN ഓർ PNP. ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ദിസ് പാരാമീറ്റർ വിൽ ഇൻക്രീസ്. ബീറ്റ IB എന്നുള്ള പാരാമീറ്റർ വിൽ ഡിക്രീസ് വിത്ത് ദ റേറ്റ് ഓഫ്. ഇത് ഇൻക്രീസ് അല്ല കേട്ടോ, ഡിക്രീസ് ആണ്. ദാറ്റ് ഇസ് എ മിസ്റ്റേക്ക്. സോറി, ദിസ് ഇസ് എ മിസ്റ്റേക്ക്. 2.5 millivolt per degree Celsius ഡിക്രീസ് ആണ് വരിക ഓരോ per degree Celsius. ഓക്കെ, സോ വാട്ട് ഹാപ്പൻസ്? ദിസ് പാരാമീറ്റർ വിൽ ഡിക്രീസ്. ഇനി ബീറ്റയ്ക്കും വേരിയേഷൻ വരാം. ഓക്കെ, സോ ഓവറോൾ ദിസ് പാരാമീറ്റർ വിൽ ബി ഇൻക്രീസിങ് ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ്. സോ വാട്ട് ഹാപ്പൻസ്? ഇതിന് അക്രോസ് വരുന്ന പവർ ഡെസിപ്പേഷൻ എന്ത് ചെയ്യും? കൂടിക്കൊണ്ടേയിരിക്കും. വൈ? ദിസ് പാരാമീറ്റർ ഇസ് ഗെറ്റിംഗ് ഇൻക്രീസ്ഡ്. ICU. സോ അൾട്ടിമേറ്റ്ലി നോക്കുക, the temperature rise, IC will small rise ചെയ്ത് പതുക്കെ റൈസ് ചെയ്ത് വരും. അപ്പൊ അൾട്ടിമേറ്റ്ലി എന്താ ഇവിടെ സംഭവിക്കുന്നത്? കളക്ടർ ബേസ് ജംഗ്ഷനിൽ ടെമ്പറേച്ചർ കൂടി വരികയാണ് ചെയ്യുന്നത് അല്ലേ? കാരണം എന്താ? ICO കൂടി, ഓട്ടോമാറ്റിക്കായിട്ട് IC കൂടി. ശരിയല്ലേ? IC കൂടി, ഓട്ടോമാറ്റിക്കായിട്ട് IC കൂടി. പക്ഷെ ഇവിടെ സ്മോൾ ഡിഫറൻസ് വരും, പക്ഷെ ഇത് കൂടിയാലും ഇത് ഓട്ടോമാറ്റിക്കായിട്ട് കൂടും. സോ വാട്ട് ഹാപ്പൻസ്? IC വിൽ ഇൻക്രീസ്. അപ്പോൾ ഈ ഒരു ജംഗ്ഷനിലൊരു ടെമ്പറേച്ചർ കൂടും. അൾട്ടിമേറ്റ്ലി വാട്ട് ഹാപ്പൻസ്? പവർ ഡെസിപ്പേഷൻ വിൽ ഇൻക്രീസ് ആൻഡ് this will result in the rise in temperature collected to base region. This cumulative process, okay, ഈ cumulative process കാരണം നമ്മുടെ ട്രാൻസിസ്റ്ററിന്റെ ഈ ഒരു പാർട്ട് കളക്ടർ ബേസ് ജംഗ്ഷൻ എന്ത് സംഭവിക്കും? അവിടെ ഒരു ബ്രേക്ക് ഡൗൺ വന്ന് ആ ഒരു പാർട്ട് വിൽ ഗെറ്റ് ബേൺഡ് ഓഫ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഡ്യൂ ടു ഹീറ്റ് ഡെവലപ്പ്. കാരണം എന്താ? IC കൂടും, ഓട്ടോമാറ്റിക് ആയിട്ട് പവർ ഡെസിപ്പേഷൻ കൂടും. പവർ ഡെസിപ്പേഷൻ കൂടുമ്പോൾ വീണ്ടും ടെമ്പറേച്ചർ കൂടും, ഹീറ്റ് ജനറേറ്റ് ആവും. അവിടെ ആ ഡിപ്ലീഷൻ റീജിയൻ, ഈ ഒരു ജംഗ്ഷനിൽ വരുന്ന ഡിപ്ലീഷൻ റീജിയനിലെ ബ്രേക്ക് ഡൗൺ സംഭവിക്കും. ഓട്ടോമാറ്റിക് ആയിട്ട് വാട്ട് ഹാപ്പൻസ്? ദാറ്റ് ലീഡ് ടു ദ ബേൺ ഔട്ട് ഓഫ് ദ ട്രാൻസിസ്റ്റർ. ക്ലിയർ? ദിസ് പ്രോസസ് ഈസ് നോൺ ആസ്, ദിസ് cumulative process is known as thermal runaway. എപ്പോഴും യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ 5 മാർക്സിന് ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിട്ട് യു ബി ഗെറ്റിംഗ് ദിസ്. ഓക്കെ, സി തെർമൽ, എക്സ്പ്ലെയിൻ വാട്ട് യു മീൻ ബൈ തെർമൽ റണ്ണവേ. അപ്പൊ എന്ത് ചെയ്യണം? യു ഹാവ് ടു റൈറ്റ് ദിസ് ഇക്വേഷൻ. ഓക്കെ, യു ഹാവ് ടു റൈറ്റ് ICO is depending upon temperature. Okay, IB also depend upon temperature. As temperature rises, ICO will be rising. Okay, so as ICO rises, IC will be rising. So this is a cumulative process. അതായത് ഒരു ഇന്റേൺ, ഒരു മ്യൂച്വൽ ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ് അല്ലെ? ICO റൈസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് IC റൈസ് ചെയ്യും. സോ വാട്ട് ഹാപ്പൻസ്? അൾട്ടിമേറ്റ്ലി ടെമ്പറേച്ചർ വിൽ റൈസ്. ഓക്കെ, ടെമ്പറേച്ചർ വിൽ റൈസ് ആൻഡ് ദാറ്റ് റിസൾട്ട് ദ ബേണിംഗ് ഔട്ട് ഓഫ് ദ ട്രാൻസിസ്റ്റർ. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പോ ദിസ് process together it is known as thermal runaway. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ മെയിൻ എയിം എന്തായിരിക്കണം? ഈ തെർമൽ റണ്ണവേയിലേക്ക് പോകാൻ പാടില്ല. ശരിയല്ലേ? ഓക്കെ, തെർമൽ റണ്ണവേയിലേക്ക് നമുക്ക് പോകാൻ പാടില്ല. അപ്പൊ അതിന് ചെയ്യേണ്ട ഒരു എക്സാം അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് എന്തായിരിക്കാം? ICO കൂടുമ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഏതെങ്കിലും മെക്കാനിസം വഴി ഇത് കുറച്ചാൽ പോരെ? സോ ദാറ്റ് സം റിമെയിൻസ് എ കോൺസ്റ്റന്റ്. ശരിയല്ലേ? അതൊരു മെത്തേഡ്. അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഇവിടെ വരുന്ന ഹീറ്റിനെ എന്ത് ചെയ്യുക? അബ്സോർബ് ചെയ്യുക. ഫോർ ദാറ്റ് യു ക്യാൻ കീപ്പ് എ ഹീറ്റ് സിങ്ക്. അപ്പോൾ ഹീറ്റ് സിങ്ക് ഒരു സൊല്യൂഷൻ ആണ്. ഓക്കെ, അത് കൂടാതെ യു ക്യാൻ ഓൾസോ വാട്ട് യു ക്യാൻ ഡു, യു ക്യാൻ ആഡ് സംതിങ് സോ ദാറ്റ് യു ക്യാൻ ഡിക്രീസ് ദിസ് IB. ഓക്കെ, യു ക്യാൻ ഡിക്രീസ് ദിസ് IB. യെസ്, ഓക്കെ. സോ ഐ തിങ്ക് തെർമൽ റണ്ണവേ കൺസെപ്റ്റ് ഈസ് ഓൾസോ ക്ലിയർ ടു യു. സോ വാട്ട് ഈസ് തെർമൽ റണ്ണവേ? The process in which ICO rises, which leads to the cumulative rise of IC and burning out of the transistor. That process is known as thermal runaway. Okay, so thermal runaway means what? ആ ഒരു effect കാരണം transistor will get damaged. Okay, it will result in the burning out of the transistor. Yes, so ക്ലിയർ ആണല്ലോ അല്ലേ? ഇതുവരെ ക്ലിയർ ആണല്ലോ?
Yes. Yes, sir. Okay. Yes. So I think we will stop. ഒരു മിനിറ്റ് റെക്കോർഡിംഗ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യട്ടെ.